ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന റെസിപ്പി ഇപ്പം നമ്മൾ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ചെമ്മീൻ അച്ചിങ്ങയും വെച്ചിട്ടുള്ള ഒരു റോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. ചോറിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. വലിയ ചെമ്മീനും അച്ചിങ്ങയും വെച്ചിട്ടാണ് നമ്മൾ ഈ റോസ്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ചെമ്മീൻ അച്ചിങ്ങ റോസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങാം. റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് 300 ഗ്രാം വലിയ ചെമ്മീൻ തൊലിയും നാരും എല്ലാം കളഞ്ഞ് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ സാധാരണ എരിവുള്ള മുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. മസാല എല്ലാം ചെമ്മീനിൽ നല്ലതുപോലെ കൈകൊണ്ട് തേച്ച് പിടിപ്പിക്കണം. മസാല പുരട്ടിയെടുത്ത ചെമ്മീൻ 15 തുടങ്ങി ഒരു 30 മിനിറ്റ് വരെ മാറ്റി വെക്കണം. മസാല എല്ലാം ചെമ്മീനിൽ നല്ലതുപോലെ പിടിച്ച് കിട്ടും. ഇനി ഇതിനായിട്ട് വേണ്ടത് 250 ഗ്രാം അച്ചിങ്ങ ഈ സൈസിലുള്ള കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു മീഡിയം സൈസിലുള്ള തക്കാളി കനം കുറച്ച് നീളത്തിലരിഞ്ഞത്, 1/2 കപ്പ് ചെറിയ ഉള്ളി കനം കുറച്ച് നീളത്തിലരിഞ്ഞത്, 1 തണ്ട് കറിവേപ്പില, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്, 2 പച്ചമുളക് നീളത്തിൽ കീറിയത്. ഒരു പാൻ ചൂടാക്കാം. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ചെമ്മീൻ എണ്ണയിലേക്ക് ഇട്ടതിന് ശേഷം സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം കുക്ക് ചെയ്യാനായിട്ട്. മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചെമ്മീൻ്റെ ഒരു സൈഡ് 3 മിനിറ്റ് കുക്ക് ചെയ്യണം. 3 മിനിറ്റ് കഴിയുമ്പോൾ ചെമ്മീൻ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ചെമ്മീൻ തിരിച്ചിട്ട് കഴിഞ്ഞ് സ്റ്റവ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വീണ്ടും ഒരു 3 മിനിറ്റ് കൂടി ഫ്രൈ ചെയ്തെടുക്കണം. ചെമ്മീൻ കൂടുതൽ ഓവറായിട്ട് ഫ്രൈ ചെയ്ത് തിരിച്ചു മറിച്ചു വിട്ട് ഒരു 6 മിനിറ്റ് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ ചെമ്മീൻ പാകമായി വന്നിട്ടുണ്ട്. ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ചെമ്മീൻ വറുത്ത് മാറ്റിയ എണ്ണയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇവ ചേർത്ത് 2-3 മിനിറ്റ് നല്ലപോലെ വഴറ്റി കൊടുക്കണം. ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഉള്ളിയും പച്ചമുളകും എല്ലാം ചേർത്ത് നല്ലപോലെ വഴറ്റി കൊടുക്കാം. ഉള്ളിയെല്ലാം ഒന്ന് സോഫ്റ്റായി കളർ മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന അച്ചിങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് തേങ്ങ കനം കുറച്ച് ഈ സൈസിൽ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി 2-3 മിനിറ്റ് നല്ലപോലെ വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പൊടികളെല്ലാം ചേർത്തിട്ട് വീണ്ടും നല്ലപോലെ വഴറ്റി കൊടുക്കണം. 2-3 മിനിറ്റ് നല്ലപോലെ വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കണം. തക്കാളി ചേർത്ത് കഴിഞ്ഞ് വീണ്ടും ഒന്ന് നല്ലപോലെ വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പുപൊടി ചേർത്ത് കൊടുക്കണം. ഉപ്പുപൊടി ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ചെമ്മീനിൽ ഉപ്പ് ചേർത്തിട്ടുള്ളതാണ്. ഇപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ട് പിന്നീട് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഉപ്പ് ചേർത്തിട്ട് വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. വെള്ളം ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് പാനൊന്ന് മൂടി വെച്ച് കുറച്ച് സമയം കുക്ക് ചെയ്യണം. മൂടി വെച്ച് കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 5 മിനിറ്റ് എല്ലാം കഴിഞ്ഞ് ഇനി മൂടി മാറ്റിയതിന് ശേഷം ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീനും കൂടെ ചേർത്ത് കൊടുക്കണം. ചെമ്മീൻ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ചെമ്മീൻ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് പാനൊന്ന് മൂടി വെച്ച് കുറച്ച് സമയം കുക്ക് ചെയ്യണം. 5 മിനിറ്റിന് ശേഷം മൂടി മാറ്റിയിട്ട് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ പയറിലുള്ള വെള്ളമെല്ലാം വറ്റി ഒന്ന് ഡ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പെല്ലാം പാകത്തിന് ചേർത്ത് കൊടുക്കണം. അച്ചിങ്ങപ്പയറും തക്കാളിയെല്ലാം പാകത്തിന് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി പാൻ തുറന്ന് വെച്ച് 2-3 മിനിറ്റ് കൂടി കുക്ക് ചെയ്യാം. പയറിലുള്ള വെള്ളമെല്ലാം വറ്റുന്ന ഡ്രൈ ആയിട്ട് വരണം.
അവസാനം ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി തൂക്കി കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്യാം. കൊതിയൂറും അച്ചിങ്ങാപ്പയർ ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യാം. വീണ്ടും ഇതുപോലെ സിമിലർ ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.